എടുത്ത് അപ്പടി ഇതിൽ കടത്തിക്കൂട്ടി. അതിന് തെളിവെന്താ? ഇമാം സുയൂത്തി എന്നിട്ട് നുണ പറഞ്ഞു. എന്താ നുണയൊക്കെ പറഞ്ഞിട്ടുണ്ട്. സുയൂത്തി ഇമാമിന്റെ അവസാനത്തെ കിതാബ് എന്ന് അർത്ഥം വെച്ചത് ആഖിറി കിതാബിന് അർത്ഥം. ആഖിറി കിതാബി പറഞ്ഞ അവസാനത്തെ കിതാബ്. ചെറിയ നഹ്വ് ഓതുന്ന കുട്ടികളത്ത് ചെന്ന് ചോദിച്ചുകൂടെ ഇതിനെന്താ അർത്ഥം വെക്കാറ്? അല്ലെങ്കിൽ ഈ പരിപാടി സംവാദമാണ്. ആഖിറി കിതാബ് പറഞ്ഞ അവസാനത്തെ കിതാബ്. മോശം. അപ്പോ ഏതാണെങ്കിലും ഈ മൗലവി പറയാ. എന്നിട്ട് എത്രത്തോളം ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീമിന്റെ കഷ്ണം ഇബാർത്ത് ഇതിലുള്ളത് അപ്പടി ഏതിൽ അൽ-അംറു ബിൽ ഇത്തിബായിൽ കയറ്റി വിട്ടിട്ട് പ്രിന്റ് ചെയ്ത് വിടുക. തെളിവെന്താ? അർസീഫു മുൽതഖാ അഹ്ലിൽ ഹദീസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പരിശോധിക്കൂ. മക്തബത്തു ശാമില, മുജാഹിദുകൾക്ക് സ്വാധീനമുള്ള മക്തബത്തു ശാമിലയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു മേഖലയുണ്ട്. അത് കിതാബ് അതെങ്കിലും നോക്കി വരണം. അവിടെ പറയുകയാണ് സുയൂത്തിയുടെ പേരിൽ കെട്ടിച്ചമച്ചതാണ്, സുയൂത്തി പറഞ്ഞതല്ല, അവരുടെ ഭാഷയിൽ പറഞ്ഞതാണ്. കാരണം ഞങ്ങൾ ഇമാമിങ്ങളെ ബഹുമാനിക്കുന്നവരാണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞതല്ല. അതിന് ഇനിയും തെളിവുണ്ട്. എന്താ? ഇമാം സുയൂത്തി ഇസ്തിഗാസ നടത്തുന്നു. നടത്തുന്നു എന്ന ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ നടത്തുന്നു. ഞാൻ മരിച്ചാൽ എന്നോട് നടത്തണമെന്ന് പറയുന്നു. എവിടെ പറയുന്നു? അസ്സനാഉൽ ബാഹിറിൽ പറയുന്നു. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ശൈഖ് ജീലാനിയോട് നിങ്ങൾ ഇസ്തിഗാസ നടത്തണമെന്ന് പറയുന്നു. എവിടെ പറയുന്നു? കിതാബുർ റഹ്മയിൽ പറയുന്നു. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഇസ്തിഗാസ നടത്തിയ എത്രയോ സംഭവങ്ങൾ അൽ ഹാവിലിൽ ഫതാവയിൽ കാണാം. ഫി ഹാലത്തിൽ ബോദി റൂഹി കുൻതു ഉർസിലുഹ എന്ന ഇമാം റാഫിഈ അംഗീകരിച്ച സംഭവം. ഇങ്ങനെ ഇമാം റാഫിഈ അംഗീകരിച്ച സംഭവം ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അൽ ഹാവിയിൽ അതടക്കം എത്രയോ സംഭവങ്ങൾ എണ്ണാൻ സമയമില്ല. അതൊക്കെ കൊടുക്കുന്നു. എന്നിട്ട് പച്ചവണ ആഖിരി കിതാബിഹി ഇമാം സുയൂത്തിന്റെ അവസാന ഗ്രന്ഥത്തിൽ വരുത്തിയതാ. മൗലവിമാരെ ഞങ്ങൾ കിതാബ് ഓതി പഠിച്ചിട്ടാ വരുന്നത്, അല്ലാതെ കിതാബ് അർത്ഥം വെക്കാനും കൂടി അറിയാതെ ഇവിടെ വന്നിരുന്നിട്ടില്ല. അപ്പോ സനദ് വായിച്ചു. ഏതിന്റെ സനദ്? മുഹമ്മദ് ഇബ്നു മുൻകദിർ തങ്ങളുടെ സംഭവം സനദ് കൃത്യം വായിച്ചു. സഹോദരങ്ങളെ, വെള്ളം കുടിച്ച് ഒരു 2-5 മിനിറ്റിന്റെ ഉള്ളിൽ അവിടുന്ന് ചോദ്യം ചോദിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും. ഒരു 5 മിനിറ്റ് വെള്ളം കുടിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്തത് സുന്നി ആവശ്യപ്പെട്ടതല്ല, ഞാൻ പറഞ്ഞതാണ്. വന്ന് വെള്ളം കുടിച്ചോട്ടെ എന്ന് എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഞാൻ പറഞ്ഞതാണ്. ഒരാവശ്യപ്പെട്ടതൊന്നുമല്ല. ഏതായാലും ഇൻഷാ അല്ലാഹ്, ഏതായാലും നമ്മുടെ സുന്നി വിഭാഗത്തിന്റെ ചോദ്യത്തിന്റെ അവസരമാണ്. ഇൻഷാ അല്ലാഹ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക അലാ അൽവി അലാ അഹദി. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാരെ, മറ്റു സുഹൃത്തുക്കളെ, ഏതായാലും അൽഹംദുലില്ലാഹ് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു തെളിവായി സുയൂത്തി ഇമാമിന്റെ പേരിൽ പച്ചക്കളവ് പറഞ്ഞത് അതിവിടെ കയ്യോടെ പിടികൂടി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 3 മിനിറ്റിന്റെ 8 അവസരങ്ങൾ കിട്ടിയിട്ട് നേർക്കുള്ള ഒരൊറ്റ ചോദ്യം ചോദിക്കാൻ ഈ വിഭാഗത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് എന്തൊരു നാണമാണ്. എന്തിനാ ഈ സുഹൈൽ മൗലവി ടിക്കറ്റ് അതിനായിട്ട് എടുത്തു വന്നത്? എന്തിന് വന്നതാ? ഞാൻ കരുതി ഭയങ്കര ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നു കരുതി വന്നു നോക്കുമ്പോ അൽഹംദുലില്ലാഹ് കൃത്യമായി ഒരൊറ്റ ചോദ്യമാണ് ചോദിച്ചത്. ഖുർആനിൽ തെളിവുണ്ടോ? കൃത്യമായി മറുപടി പറഞ്ഞു. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന. പറഞ്ഞോ? കൃത്യമായി അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന. ഇനിയിപ്പോ സൗണ്ടൊക്കെ പോവോ? ഓക്കെ, സ്വാഭാവികമാണ്. അപ്പൊ അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന എന്നുള്ള ആയത്ത് സൂറത്തുൽ അഹ്സാബിൽ 6-ാമത്തെ ആയത്ത് ഓതി കൃത്യമായി പറഞ്ഞു. അപ്പൊ ജീവിച്ചിരിക്കുന്നവരോട് മാത്രമുള്ള അതിലുള്ളൂ. നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു മുഅ്മിനീങ്ങളോട് ഏറ്റവും ബന്ധപ്പെട്ട ആളാണ് ഷഫീഉനാ റസൂലുള്ളാഹി ത്വാഹാ റസൂലുള്ളാഹി. അന്നബിയ്യു
ഔലാ ബിൽ മുഅ്മിനീന ഐ ലിനബിയിഹിന നിയമം പഠിച്ചു വരണേ തഅലീഖുൽ ഹുക്മി ബിൽ മുസ്തഖി യുശ്അറു ബി ഇല്ലിയത്തിൽ മുസ്തഖി മിൻഹു നബി തങ്ങളെ ഏറ്റവും വലിയ ഔലയാവാനുള്ള കാരണം നബിയായതിനു വേണ്ടിയാണ് നബി തങ്ങളെ ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങളുടെ ഒക്കെ ഔലയാണ് ഏറ്റവും ബന്ധപ്പെട്ട ആളാണെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നു ഇവർ പിന്നെയും അതിൽ അഭൗതിക എവിടെയെന്ന് അതിനൊക്കെ അൽഹംദുലില്ലാഹ് കൃത്യമായി മറുപടി പറഞ്ഞു ഒരൊറ്റ ചോദ്യമാണ് ചോദിച്ചത് ഇനി അങ്ങോട്ടുള്ള ചോദ്യം ഇതിനെങ്കിലും ഒന്ന് മറുപടി പറയണം ഒന്നാമത്തെ ചോദ്യം കേട്ടോ വ്യവസ്ഥയിൽ എഴുതിയത് ജീവിച്ചിരിക്കുന്നവരോടും മരണപ്പെട്ടവരോടും തൽക്കാലം മരണപ്പെട്ട ആൾക്കുണ്ട് ജീവിതം കഴിഞ്ഞിട്ടുന്നിട്ടില്ല മരണം ജീവിച്ചിരിക്കുന്നവരോട് അതിൽ ജിന്നുകളും പെടും മലക്കളും പെടും എല്ലാവരും പെടും ആ മലക്ക് ജിന്ന് എന്നിവരോടുള്ള ഇസ്തിഗാസ ഭൗതികമാണോ അഭൗതികമാണോ ഭൗതികമാണെങ്കിൽ കുടുങ്ങി കാരണം എന്താ ഭൗതികമായ ജിന്ന് മലക്ക് എന്നിവരോട് ഇസ്തിഗാസ നടത്തൽ ശിർക്കല്ല അപ്പൊ പിന്നെ അവർ കുറെ മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട് താമരശ്ശേരി ചുരത്തിന്റെ 6ാമത്തെ വളവിൽ ബസിന്റെ ബ്രേക്ക് വെട്ടിയാൽ മൊയ്തീൻ ശൈഖയെ കാക്കണേ എന്ന് പറഞ്ഞാൽ ഷിർക്ക് അപ്പൊ അവിടെ ഹയ്യും ഹാദിറും ഖാദിറും മുസ്ലിമായ ജിന്നുണ്ടെങ്കിലോ ഷിർക്കല്ല ഇത് എവിടെ നിന്ന് കിട്ടി മൊയ്തീൻ ശൈഖയെ കാക്കണേ എന്ന് പറഞ്ഞാൽ ഷിർക്ക് ജിന്നെ മലക്കെ കാക്കണേ എന്ന് പറഞ്ഞാൽ ഷിർക്കല്ല എന്റെ ചോദ്യം മൊയ്തീൻ ശൈഖയെ കാക്കണേ എന്ന് പറയുന്നത് ഷിർക്കും ജിന്നെ മലക്കെ കാക്കണേ എന്ന് പറയുന്നത് തൗഹീദും ഷിർക്കല്ലാതിരിക്കുകയും ചെയ്യുന്നു തമ്മിലുള്ള വ്യത്യാസം എന്ത് അതാ ചോദ്യം കൃത്യമായ മറുപടി ചോദ്യം കേട്ടോ ചോദ്യത്തിന് മറുപടി പറഞ്ഞു വ്യവസ്ഥക്കുള്ളിൽ തന്നെ അപ്പോ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന ഓതി എന്നാ പറയുന്നത് ആശ്വാസത്തിന് പറയാം ഞങ്ങൾ കൃത്യമായി അവിടെ തെളിയിച്ചു ഇഅ്റാബുൽ ഖുർആനിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് മാത്രം ഖാസാണ് അതിനെ തൊടാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഇബ്നു തൈമിയയുടെ ഇജ്മാ ഉദ്ധരിച്ചപ്പോ തള്ളാൻ നോക്കി ഇത് ആരുടെ കിതാബാ ഇത് നിങ്ങളുടെ തൂഫി ആരിൽ നിന്നാ ഇജ്മാ ഉദ്ധരിക്കുന്നത് നിങ്ങളുടെ ശിഫാഉ സഖാം സുബ്കിയുടെ ഉസ്താദായ ജസരിയിൽ നിന്നും ഇത് ഞങ്ങളുടെ ആളാണോ ഏതൊരു ചെറിയ കുട്ടിക്കും അറിയാം എന്ത് യാ മുഹമ്മദ് ഇഗ്ഫിർലി എന്റെ പാപം പുറത്തു തരണമേ നബിയെ എന്നോട് കരുണ കാണിക്കണമേ എന്നിങ്ങനെ നടത്തുന്ന ഇസ്തിഗാസ അത് ശിർക്കും ബി ഇജ്മാ ആണ് എന്ന് തവസ്സുൽ അംഗീകരിക്കുന്ന നിങ്ങളുടെ പണ്ഡിതൻ സുബ്കിയുടെ ഉസ്താദ് തന്നെ എന്ത് ചെയ്യുന്നു പറയുന്നു ഇത് ഞങ്ങളാ പറയണത് അല്ല ഇനി ഇഅ്റാബുൽ ഖുർആൻ തൊട്ടിട്ടില്ല ഖുർതുബി തൊട്ടിട്ടില്ല പിന്നെ അംറു ബിൽ ഇത്തിബ നിങ്ങളുടെ നബ്ഹാനിയാണോ അതിൽ കടത്തിക്കൂട്ടിയത് ഞങ്ങളാണോ നബ്ഹാനിയ പറയണത് അംറു ബിൽ ഇത്തിബ സുയൂത്തിയുടെ കിതാബ് എന്ന് മുമ്പ് തള്ളിയ ആളുകൾ ഇപ്പൊ കൊള്ളാൻ നോക്കുന്നു ഏതായിരുന്നാലും ചോദ്യത്തിന്റെ മറുപടി മുഹീദ്ദീൻ ശൈഖെ കാക്കണേ ബദരീങ്ങളെ കാക്കണേ ജിന്നെ കാക്കണേ എന്ന് പറയുമ്പോ എങ്ങനെയാ ശിർക്കല്ലാണ്ടാവുക അത് ശിർക്കാണ് മുഹീദ്ദീൻ ശൈഖെ കാക്കണേ ബദരീങ്ങളെ കാക്കണേ നിങ്ങൾ എഴുതിയ വിശ്വാസത്തോടു കൂടി അത് ജിന്നിനെ വിളിച്ചാലും ശരി മലക്കിനെ വിളിച്ചാലും ശരി ജീവിച്ചിരിക്കുന്നവരെ വിളിച്ചാലും അത് ശിർക്കാണ് തെളിവ് കേട്ടോ ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം അപ്പോ തെളിവാണ് ചോദിച്ചത് ശിർക്കാണോ അല്ലയോ ആണ് തെളിവടക്കം ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം നബി തങ്ങളെ വിളിച്ചിട്ട് എന്റെ പാപം പൊറുക്കണമേ എന്നോട് കരുണ കാണിക്കണമേ എന്നിങ്ങനെ ഇസ്തിഗാസ നടത്തൽ അത് ശിർക്കും ബി ഇജ്മാ ആണ് എന്ന് ചെറിയ കുട്ടിക്ക് പോലും അറിയും ആരാ നിങ്ങളുടെ പണ്ഡിതൻ സുബ്കിന്റെ ഉസ്താദ് താജുദ്ദീൻ സുബ്കിയുടെ ഉസ്താദായ ജസരി പറയുന്നു ഇനി ഇബ്നു തൈമിയനെ നിങ്ങൾക്ക് തള്ളാൻ പറ്റുമോ ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ ശിഷ്യനായ മുല്ലാ അലി അൽ ഖാരി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു ആരാണ് ഇബ്നുൽ ഖയ്യിമും ഇബ്നു തൈമിയ റഹിമഹുല്ലാ അവർ മിൻ ഔലിയാഇ ഹാദിഹിൽ ഉമ്മ ഈ ഉമ്മത്തിന്റെ ഔലിയാക്കളിൽപ്പെട്ട ആളുകളാണ് അഥവാ നിങ്ങൾക്ക് ഇസ്തിഹാസ നടത്തേണ്ട ആളുകളാണ് ആര് ഇബ്നു തൈമിയയും ഇബ്നുൽ ഖയ്യിമും നിങ്ങൾക്ക് തള്ളാൻ പറ്റുമോ ഇല്ല നിങ്ങൾ തവസ്സുൽ അംഗീകരിക്കുന്ന നിങ്ങളുടെ പണ്ഡിതന്മാർ പോലും അഭൗതികമായ മാർഗത്തിലൂടെ അഥവാ ഫീമാ ലാ യഖ്ദിർ അലൈഹി ഇല്ലല്ലാഹ് സൃഷ്ടി കഴിവിനതീതമായ കാര്യങ്ങളിൽ ആരോട് എന്റെ പാപം പുറത്തു തരണമേ എനിക്ക് സന്താനത്തെ തരണമേ എന്നിങ്ങനെ തരത്തിലുള്ള ഇസ്തിഗാസ അത് ശിർക്കും ബി ഇജ്മാ നമ്മളുടെ മൂന്നാം പ്രമാണമായ ഇജ്മാ കൊണ്ട് ശിർക്കാണ്
ഞങ്ങളല്ല. അതുകൊണ്ടാണ് സുയൂത്തി പറഞ്ഞത് ഫഹല്ലാ ജാഊ, ഒരൊറ്റ സ്വഹാബിയും പോയിട്ടില്ല. അവര് ഇസ്തിസ്ഖാ നടത്തിയിട്ടില്ല, ഇസ്തിഗാസ നടത്തിയിട്ടില്ല. എവിടെ? അള്ളാന്റെ റസൂലിന്റെ ഖബറിങ്കൽ. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീനയിൽ ഞങ്ങൾ ചോദിച്ചു, മാവറദിയിൽ വഫാത്തായ റസൂലിനോട് ആളുകളുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയിട്ട് റസൂലേ എന്റെ കടം വീട്ടി തരണമെന്ന്. എവിടെ? പറഞ്ഞില്ല. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന ഓതി അതിന്റെ കൃത്യമായ ഖുർത്തുബി ഞങ്ങൾ വിശദീകരിച്ചു. ഇതാ 21 വയസ്സുകാരൻ ഭയങ്കര സംഭവം. കോലം കണ്ടുവെക്കുമ്പോ എന്തായി പറയണത്? ഒന്നും ഒരു അന്തമില്ല. അന്നബി ഔലാ ബിൽ മുഅ്മിനീന കൃത്യമായി പറഞ്ഞു. അതിലെവിടെ മരിച്ചവരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങളോട് ഏറ്റവും ബന്ധപ്പെട്ടവരാണെന്ന് പറയുമ്പം നിങ്ങളൊന്നും മുഅ്മിനീങ്ങളല്ലേ? നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്. നമ്മളോടൊക്കെ ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വ മുഅ്മിനീങ്ങളുടെയും നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പിന്നെ അതിലിങ്ങനെ പിടിച്ചു തൂങ്ങ പൊളിച്ചടക്കിയിട്ടുണ്ട്. അതിൽ കൃത്യമായി ഇബ്നു തൈമിയ കോപ്പി പേസ്റ്റ് നടത്തിയത് ഇബ്നു തൈമിയയുടെ ഇഖ്തിലാഉ സിറാത്തിലുണ്ട്. വഅന്ന സ്വഹാബത ഒരുപാട് പ്രശ്നങ്ങൾ എന്നുള്ള ഇബാറത്ത് ഇബ്നു തൈമിയയുടെ ഇബാറത്ത് അങ്ങനെ തന്നെ സുയൂത്തി ഇമാമിലേക്ക് കട്ട് കോപ്പി പേസ്റ്റ് ചെയ്തത് കയ്യോടെ അവിടെ പിടികൂടി പൊളിച്ചെഴുതി തന്നെ. ഇത് നിങ്ങളെ സ്ഥിരം പരിപാടിയാണ്. ഫത്ഹുൽ ബാരിയിൽ കട്ടിട്ടുണ്ട്, ഷാഹു വലിയുല്ലാഹു തങ്ങളെ കിതാബിൽ കട്ടിട്ടുണ്ട്. ഇങ്ങനെ എത്ര കട്ടിട്ടുണ്ട്. ആ കളവുകളിൽ ഒന്ന് മാത്രമാണ് അത് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പറഞ്ഞു ജിന്നുകളുള്ള സഹായത്തോട്ടം ശിർക്കാണ്. എന്നാൽ പിടിച്ചോ അടുത്ത ചോദ്യം. ബഹുമാനപ്പെട്ട 4 മദ്ഹബുകളിൽ അംഗീകരിക്കപ്പെട്ട പ്രഗൽഭരായ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ഹജ്ജിന് പോകുന്ന ഒരു സന്ദർഭത്തിൽ ചെറിയൊരു വൈദത്തിൽ പ്രയാസം അനുഭവപ്പെട്ടപ്പോൾ അവിടുന്ന് പറയുന്നു, അഖൂലു യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ, ദുല്ലൂനി അല ത്വരീഖ്, എനിക്ക് വഴി കാണിച്ചു തരണം. ഈ ഇബാദല്ലാഹിൽ ജിന്ന് പെടുമല്ലേ? അള്ളാന്റെ അടിമ എന്ന് പറഞ്ഞാൽ ജിന്നും മനുഷ്യനും മലായിക്കത്തും ഒക്കെ പെട്ടു. അതിൽ ജിന്ന് പെടോ ഇല്ലേ? അല്ലെങ്കിൽ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ നിങ്ങളുടെ ഭാഷ പ്രകാരം മുശ്രിക്കാണോ അല്ലേ? അതിനൊക്കെ മറുപടി പറയണം. നിങ്ങളെ വാദപ്രകാരം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ മുശ്രിക്കാൻ പോണത് തൗഹീദ് തിരിഞ്ഞ 4-5 ഹോജപടി അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ മുശ്രിക്കും. സുബ്ഹാനല്ലാഹ്, നിങ്ങളെ കഥ എവിടേക്കാ പോണത്? ചോദ്യത്തിന് ചോദിച്ചപ്പം ചോദിക്കുന്ന അവസരത്തിൽ ചോദ്യം ചോദിക്കാൻ അറിയില്ല, ഇപ്പൊ ആണെങ്കിൽ മറുപടി പറയാനും അറിയില്ല. ആകെ ഒരു തെളിവ് നബി ഔല, അത് ജീവിക്കുന്ന ആൾക്കാർ മാത്രമാണ്. അത് ശരിക്കും പൊളിച്ചടക്കിയപ്പോ അത് കറക്റ്റ് കോപ്പി പേസ്റ്റ് കട്ടതാണ്. അത് പൊളിച്ചടക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള ചോദ്യമാണ്. എന്റെ ചോദ്യം ആവർത്തിക്കുന്നു. നിങ്ങളുടെ വാദപ്രകാരം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ മുശ്രിക്കാണോ അല്ലേ? അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വിളിച്ചത് കേൾക്കണോ? യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ, ദുല്ലൂനി അല ത്വരീഖ്, എനിക്ക് വഴി കാണിച്ചു തരണം. എന്നിട്ട് പറയാ ഫലം അസല്ല ഖുലു ദാലിക ഹത്താ വഖഫ്തു അല ത്വരീഖ്. അതുകൊണ്ട് വിളിച്ചപ്പോഴേക്ക് എനിക്ക് വഴിയൊക്കെ ക്ലിയർ ആയി പോയി, എനിക്ക് എല്ലാ വഴിന്റെ തടസ്സങ്ങളും മാറിപ്പോയി എന്ന് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നു. ചോദ്യം, അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ മുശ്രിക്കാണോ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഇനി അവിടെ പോയിട്ട് ചോദ്യം. സുബ്കീന്റെ ഉസ്താദിന്റെ ഇജ്മാ തൊട്ടിട്ടില്ല. ഇബ്നു തൈമിയയുടെ ആളുകൾ എന്ന് പറഞ്ഞ് തള്ളാൻ നോക്കി. ഇബ്നു തൈമിയയുടെ ആളാണോ? താജുദ്ദീൻ സുബ്കിയുടെ ഉസ്താദായ ജസിരി പറഞ്ഞ ഇജ്മാ ഉദ്ധരിച്ചത് എന്ത്? റസൂലിനെ വിളിച്ചിട്ട് യാ മുഹമ്മദ് യഗ്ഫിർലി, എന്റെ പാപം പുറത്തു തരണമേ എന്നിങ്ങനെ നടത്തൽ ശിർക്കും ബി ഇജ്മാ. നിങ്ങൾ ഇബ്നു തൈമിയനെ കാഫിറാക്കാൻ കൊണ്ടുവരാറില്ലേ? ആര്? തൂഫി. അദ്ദേഹമാ പറയണത്, ഇത് ഞങ്ങളുടെ ആളല്ല, ഇദ്ദേഹത്തിന്റെ ഉസ്താദാണ് എന്ന് ഷിഫാ ഉസഖാമിൽ നിങ്ങൾ ഇസ്തിഗാസയ്ക്ക് കൊണ്ടുവരുന്ന നിങ്ങളുടെ സുബ്കി, അദ്ദേഹവും നിങ്ങൾ ഈ എഴുതിയ വാദത്തിന് നിങ്ങൾക്ക് എതിരാണ്. നിങ്ങൾക്ക് സുബ്കിയും എതിരാണ്. അല്ല, അംറു ബിൽ ഇത്തിബാഇൽ കടത്തിക്കൂട്ടി എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. ഇവിടെ ഈ കിതാബ് സുയൂത്തിയുടെ കിതാബാണ് എന്ന് ആര് പറയുന്നു? യൂസുഫ് നബ്ഹാനി. ഞങ്ങളാളല്ല കേട്ടോ, ഇസ്തിഗാസവാദിയാണ് യൂസുഫ് നബ്ഹാനി. ഇനി അടുത്തത് ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ഓതി ആയത്ത് കേൾക്കുമ്പോൾ നമ്മുടെ സമസ്തക്കാർക്ക് ഒരു ഇളക്കാണ്. അടുത്ത ചോദിച്ചെന്താണ്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ മുശ്രിക്കാണോ? അപ്പൊ ഖുർആനും ഇല്ല, ഹദീസും ഇല്ല, ഇജ്മാവും ഇല്ല, ഖിയാസും ഇല്ല. നമ്മുടെ പ്രമാണം തന്നെ ആ സ്വഹിയായ ഹദീസ് എന്നാണ്. ഇനി
അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല ചെയ്തതാണോ? നിങ്ങൾ ചോദിച്ചോ? ഖുർആനിലും ഇല്ല, ഹദീസിലും ഇല്ല, ഇജ്മായിലും ഇല്ല, ഖിയാസിലും ഇല്ല എന്ന് സമ്മതിച്ചോ? എന്നിട്ട് ചോദിച്ചോ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറയുന്നു, ലാ യുസ്തആദു ബിമഖ്ലൂഖിൻ, മഖ്ലൂഖിനോട് ഇസ്തിആദത്ത് പാടില്ല. ഖത്താബി പറയുന്നു അത് ശിർക്കുൻ, ശിർക്കാണ്. ആദ്യത്തെ ചോദ്യം എന്താ? മുഹീദ്ദീൻ ശൈഖെ കാക്കണേ, ജിന്നെ കാക്കണേ, ആ ഇസ്തിആദത്ത് ശിർക്കാണ്. കാരണം എന്താണ്? അവര് മഖ്ലൂക്കാണ്. ഇനി അഭൗതികമായ നിലയ്ക്ക് ശിർക്കാണെന്ന് എവിടെയെന്നല്ലേ? അതാ ഞങ്ങൾ പറഞ്ഞത്. ഏത് തൂഫിയെ ഉദ്ധരിച്ചു. അപ്പൊ നിങ്ങൾ ഇബ്നു തൈമിയയുടെയാണ് ഇജ്മാ നിങ്ങൾ ധരിച്ചു. നിങ്ങളുടെ തൂഫി സുബ്കിയുടെ ഉസ്താദിൽ നിന്നും ഉദ്ധരിച്ചതാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞത്. അത് ഏത് ചെറിയ കുട്ടിക്കും അറിയുമെന്ന് നിങ്ങളുടെ പണ്ഡിതൻ തന്നെ പറയുന്നു. പിന്നെ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ യാ ഇബാദല്ലാഹ് ഗീഥൂനി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഈ എഴുതിയ വാദം എന്താ? അഭൗതികമായ മാർഗത്തിലൂടെ ഈ അർത്ഥത്തിൽ കാന്തപുരം അറിയാതെ അല്ല ഒന്നും ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ അല്ല കാണും പോലെ കാണും, കേൾക്കും പോലെ അറിയുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ, സർവ്വഗൈബിയായ കാര്യങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയുമെന്ന ശിർക്കൻ വിശ്വാസം പേറുന്ന നിങ്ങൾ യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാലും മുന്നിലുള്ള മനുഷ്യനെ വിളിച്ചാലും അത് ശിർക്കാണ്, ശിർക്കാണ്. തെളിവെന്താ? ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ആ ആയത്തിലൂടെ സുവൈദി റഹിമഹുല്ലാ, ശാഫി പണ്ഡിതനാണ് കേട്ടോ, അദ്ദേഹം പറയുന്നു ഫമൻ ഇസ്തആദ ബിഗൈരില്ലാ അലാ വജ്ഹി തഖ്ലീസ് മിനശ് ശുറൂരില്ലതി ലാ യദ്ഫഉഹാ ഇല്ലാ അല്ലാമുൽ ഗുയൂബ്. അല്ലാഹുവിന് മാത്രം തടുക്കുവാൻ കഴിയുന്ന ശർറുകളിൽ നിന്നും തിന്മകളിൽ നിന്നും അല്ലാഹയല്ലാത്ത ഏതെങ്കിലും ഒരു മഖ്ലൂഖിനോട് നിങ്ങൾ ഇസ്തിആദത്ത് നടത്തിയാൽ അത് ശിർക്കുൻ ഇഅ്തിഖാദിയുൻ. പറഞ്ഞു വന്ന അദ്ദേഹം പറയുന്നു ആ ഇസ്തിആദത്ത് അവർക്ക് കഴിയാത്ത കാര്യത്തിൽ ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹുവിന് മാത്രം കഴിയുന്ന കാര്യമായതിൻ്റെ പേരിൽ അത് അമ്പിയാക്കന്മാരാണെങ്കിലും ഔലിയാക്കന്മാരാണെങ്കിലും ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മഖ്ലൂഖിനോട് നിങ്ങൾ നടത്തിയാൽ അത് ശിർക്കാണ്. മുഹീദ്ദീൻ ശൈഖെ കാക്കണേ, ശിർക്കാണ്. വാപ്പാനി മോനെ തന്നെ തിരിച്ചറിഞ്ഞില്ല. പറയാ താജുദ്ദീൻ സുബ്കിന്റെ വാപ്പ, തഖീദ്ദീൻ സുബ്കിന്റെ വാപ്പ താജുദ്ദീൻ സുബ്കിയാണ്. അതെങ്കിലും ഒന്ന് പഠിച്ചു വരണ്ടേ? ഇതേന് ലിസ്റ്റ് ഓഫീസിൽ നിന്ന് ലിസ്റ്റ് ഇട്ടു, അതിങ്ങനെ വായിക്കാം. വേറെ എന്തെങ്കിലും അറിയോ? ഇപ്പം പറഞ്ഞത് എന്താ? സഹീഹായ ഹദീസ്, ഖുർആനി, ഇജ്മാ, ഖിയാസ് പറയുന്നേട്ടായിരിക്കും ഈ ഹദീസ് ലൈഫാണ്. കൃത്യമായി ഇതാരാ അറിയോ? സിൽസില, അൽബാനിയുടെ സിൽസിലയാണിത്. നിങ്ങളുടെ ആചാര്യൻ, നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന്റെ, വഹാബി പ്രസ്ഥാനത്തിന്റെ ആചാര്യൻ അൽബാനിയുടെ സിൽസിലയാണിത്. അതിൽ ഈ ഹദീസ് വിശദീകരിച്ച് പറയുന്നു മിൻ ത്വരീഖി അബ്ദില്ലാഹി ബിസനദിൻ സ്വഹീഹ്. സഹീഹായ സനദ്. എവിടെ ലൈഫ് എന്താ അറിയാ? ഈ സ്വഹീലി എനിക്ക് ആലോചിച്ച് ചിറി വരെയാണ്. അതിനായിട്ട് ടിക്കറ്റ് എടുത്ത് വന്നിട്ട് ഇതെങ്കിലും ഒരു യാ ഇബാദല്ലാഹി പഠിച്ചു വരണ്ടേ? ഇതിനല്ലേ നിങ്ങൾ 8 കഷ്ണായത്? ഈ യാ ഇബാദല്ലെങ്കിലും ഒന്ന് തഹ്ഖീഖാക്കി വെക്കണ്ട നിങ്ങള്. 8, 10, 12 കഷ്ണായിട്ട് ആ യാ ഇബാദല്ലാഹി പോലും ശരിക്കും പഠിച്ചു വന്നിട്ടില്ല. അപ്പൊ എന്റെ ചോദ്യം തോടാൻ കഴിഞ്ഞിട്ടില്ല. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ മുശ്രിക്കാണോ? അല്ലേ? ധൈര്യം പറ മുശ്രിക്കാണെന്ന്. ആൺകുട്ടിയാണെങ്കിൽ പറയും മുശ്രിക്കാണെന്ന്. ഇനി ആരാ അടുത്ത്? നബി ഇമാം, ബഹുമാനപ്പെട്ട നബി ഇമാം അവിടുത്തെ അദ്കാറിൽ പറയുന്നു നബി ഇമാം മുശ്രിക്കാണോ? നിങ്ങളൊക്കെ അതെ നബി ഇമാം മുശ്രിക്ക്, അഹ്മദ് ബിൻ ഹംബൽ നിങ്ങൾ മുശ്രിക്ക്, നിങ്ങൾ മാത്രം സ്വർഗത്തില്. ആ സ്വർഗത്തിന്റെ പേരാണ് നരകം. അത് പഠിച്ചു വെച്ചോ. പിന്നെ പറഞ്ഞതേ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലാ യുസ്തഗാസു ബിമഖ്ലൂഖിൻ, ഒരാളോടും സഹായം തേടാൻ പാടില്ല. നിങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് എത്ര ആളെ സഹായം തേടിന്? ഈ മൈക്ക് റെഡിയാക്കാന്, പീഡ റെഡിയാക്കാന് എത്ര സഹായങ്ങൾ തേടിയിട്ടുണ്ട്? ഒരു മഖ്ലൂക്കിനോടും സഹായം തേടില്ല. അതെങ്കിലും ഒന്ന് പഠിച്ചു വരണ്ട സൽമാനെ. ഇത് വാട്സപ്പ് കൂടി കേട്ടിട്ടുണ്ടെങ്കിൽ ലോകത്ത് ഏറ്റവും വലിയ പണ്ഡിതനാ. ഒരു മണിക്കൂർ കിട്ടാൻ എന്ത് വില എന്നറിയാമോ? ഒരു മണിക്കൂർ സംസാരിക്കാൻ കിട്ടാൻ ഭയങ്കര വില. ഇപ്പൊ 2 മണിക്കൂറുകളോളം ടൈം ഇട്ടൊന്ന് മറുപടി പറയൂ. ബഹുമാനപ്പെട്ട നബി ഇമാം മുശ്രിക്കാണോ? അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ മുശ്രിക്കാണോ? ഇനി അടുത്തത് സിൽസിലയിൽ ബഹുമാനപ്പെട്ട നിങ്ങൾ അൽബാനി പറയുന്നു ബിസനദിൻ സ്വഹീഹ്. പാരി ധൈര്യം ഉണ്ടെങ്കിൽ ലൈഫാണെന്ന് പറയ്. കുറെ കവലയിലെത്തിയാ പറയും അത് ലൈഫായ ദുർബലമായ ഹദീസാണ്. മുമ്പിലാപ്പുള്ളത് നേരെ മുഖാമുഖമാണ്. ഇവിടെ ധൈര്യമുണ്ടെങ്കിൽ പറയും അത് ദുർബലമാണെന്ന് പറയും.
ആൺകുട്ടിയാണ് പറയും പി കമ്മീഷനൊക്കെ എന്തിനാ നോക്കി നിൽക്കണം പറഞ്ഞു കൊടുക്ക്. 21 വയസ്സുള്ള കുട്ടിയല്ലേ പഠിപ്പിച്ചു കൊടുക്ക്. എന്താ ഒരു മഹലൂക്കിനോട് സഹായം തേടാൻ പറ്റൂല എന്താ? അതുകൊണ്ട് എന്റെ ചോദ്യം ആവർത്തിക്കുന്നു ഒന്നുകൂടി. ബഹുമാനപ്പെട്ട രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇസ്തിഗാസ കൃത്യമായി നടത്തിയ ഇമാം നബവി തങ്ങൾ മുശ്രിക്കാണോ? നിങ്ങൾക്ക് ശിർക്ക് പറഞ്ഞു നടക്കുക. ലോകത്തുള്ള സർവ്വ ആളുകളും മുശ്രിക്ക്. നിങ്ങളൊരു 5-10 ആള് സ്വർഗത്തിൽ. അത് നടക്കൂല. ജനങ്ങൾ പഠിക്കട്ടെ. അൽഹംദുലില്ലാ, ഇവിടെ ഈ ആയത്തിന്റെ വിശദീകരണം പറഞ്ഞപ്പോൾ അതിനെ തൊടാൻ കഴിഞ്ഞിട്ടില്ല. ഏത് തരത്തിലുള്ള ഇസ്തിഗാസയാണ് ശിർക്ക് എന്ന് സൽമാൻ പറഞ്ഞപ്പോൾ അതിനെ തൊടാൻ കഴിഞ്ഞിട്ടില്ല. فمن استعاذ بغير الله على وجه التخليص من الشرور التي لا يدفعها إلا علام الغيوب فهو بمن استعاذ به مشرك. എന്താണ് ഇവിടെ പറയുന്നത്? സുവൈദ് പറയുന്ന അറിയോ? ഇവിടെ സൃഷ്ടികൾക്ക് കഴിവിനതീതമായ എന്ന നിലക്ക് ഇസ്തിഗാസ നടത്തിയാൽ ആ ഇസ്തിഗാസയാണ് ശിർക്ക് എന്ന് വ്യക്തമായി തന്നെ സുവൈദ് റഹിമഹുല്ലാഹ് പറയുന്നു. ആ അർത്ഥത്തിൽ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് എന്ത് ചെയ്തിട്ടില്ല? യാ ഇബാദല്ലാഹ് അഗീസൂനി എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ശിർക്കല്ല. അഭൗതികമായ തരത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല. അതുകൊണ്ട് തന്നെ ശിർക്കില്ല. അതുപോലെ തന്നെ ഇമാം നബവി റഹിമഹുല്ലാഹ് ആ തരത്തിലുള്ള ഇസ്തിഗാസ നടത്തിയിട്ടില്ല. വാദം എന്താണ്? വാദം അഭൗതികമായ മാർഗത്തിലൂടെയുള്ള സഹായത്തേട്ടമാണ്, അഥവാ കാര്യകാരണബന്ധത്തിന് അതീതമായിട്ടുള്ള സഹായത്തേട്ടം. ആ തരത്തിലുള്ള സഹായത്തേട്ടം ആരും നടത്തിയിട്ടില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് നടത്തിയിട്ടില്ല. ഇമാം നവവി റഹിമഹുല്ലാഹ് നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ മുശ്രിക്കീങ്ങളല്ല. പക്ഷേ നിങ്ങൾ മുശ്രിക്കീങ്ങൾ ആണ്. നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാണ്. കാരണം നിങ്ങളുടെ വിശ്വാസം എന്താണ്? നിങ്ങളുടെ വിശ്വാസം ഈ നിൽക്കുന്ന ഞങ്ങളും എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുകൊണ്ടിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടുകൊണ്ടിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന വിശ്വാസമാണ്. ആ തരത്തിലുള്ള വിശ്വാസം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഇല്ല. ആ തരത്തിലുള്ള വിശ്വാസം ഇമാം നവവി റഹിമഹുല്ലാഹ് ഇല്ല. ആ തരത്തിലുള്ള വിശ്വാസം മുസ്ലിം സമൂഹത്തിലെ ഒറ്റ പണ്ഡിതനും ഇല്ല. പിന്നെ ഇവിടെ ഉദ്ദേശിച്ച ആരുടെ ഇജ്മാണ്? ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ ഇജ്മാ ഇമാം തഖിയുദ്ദീൻ സുബ്കിയുടെ ഉസ്താദായ ജസരി അംഗീകരിക്കുന്നു. നിങ്ങൾ ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് കാഫിറാക്കാൻ കൊണ്ടുവരുന്നുണ്ടല്ലോ തൂഫീനെ. ആ തൂഫിയുടെ കിതാബിലാണ് പറയുന്നത്. ഇമാം ജസരി റഹിമഹുല്ലാഹ് പറയുന്നു ആ ഇജ്മാ ഞങ്ങൾ അംഗീകരിക്കുന്നു. തൊടാൻ ധൈര്യമുണ്ടോ? ഇല്ല, നിങ്ങൾക്ക് തൊടാൻ ധൈര്യമില്ല. അതുകൊണ്ട് പറയാനുള്ളത് സഹോദരന്മാരെ, ഇവിടെ ഖത്താബ് റളിയല്ലാഹു അൻഹു നിന്നും പറയുന്നു എന്താണ് സൃഷ്ടി കഴിവിന് അതീതമായ തരത്തിലുള്ള ഇസ്തിഗാസ, അത് വ്യക്തമായി തന്നെ ശിർക്കാണ്. ഇമാം ഖത്താബി റളിയല്ലാഹു പറയുന്നു ലാ യുസ്തആദ് ബിഗൈരില്ലാഹി ഔ സിഫാത്തിഹി, അല്ലാഹുവിന് പുറമെ ഒരു സൃഷ്ടിയോടും ഇസ്തിആദ് നടത്താൻ പാടില്ല. എന്ത് നിലക്ക്? ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹു തആലക്ക് മാത്രം കഴിയാവുന്ന കാര്യങ്ങൾ, സൃഷ്ടികൾക്ക് അല്ലാഹു തആല കൊടുക്കാത്ത കാര്യങ്ങളിൽ ഒരിക്കലും തന്നെ ഇസ്തിആദ് നടത്താൻ പാടില്ല. എന്നിട്ട് തന്നെ അദ്ദേഹം പറയുന്നു വൽ ഇസ്തിആദു ബിൽ മഖ്ലൂഖി, കേട്ടോ, വൽ ഇസ്തിആദു ബിൽ മഖ്ലൂഖി, മഖ്ലൂഖ് ശിർക്കുൻ മുനാഫിൻ ലിത്തൗഹീദിൽ ഖാലിഖി ലിമാ ഫീഹി മിൻ തഅത്തിൽ മുആമലതി തആലൽ വാജിബതി ലഹു അലാ അബീദിഹി. വ്യക്തമായി തന്നെ ഈ രീതിയിൽ അല്ലാഹു തആലക്ക് മാത്രം നൽകേണ്ട ഇസ്തിഗാസ, അഥവാ ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അത് അല്ലാഹു അല്ലാത്ത ആരോട് നടത്തിയാൽ ശിർക്കാണ്. അത്തരത്തിലുള്ള ഇസ്തിഗാസ പാടില്ല. ഖത്താബി അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഇസ്തിഗാസ പാടില്ല. ഇമാം അഹ്മദ് അതുപോലെ അത്തരത്തിലുള്ള ഇസ്തിഗാസ പാടില്ല. ഇൻഷാ അല്ലാഹ് കിതാബിൽ ഇനിയും വരും. അതുകൊണ്ട് ഇവിടെ ചർച്ച എന്താണ്? ചർച്ച അഭൗതികമായ തരത്തിലുള്ള സഹായത്തേട്ടാണ്. അഭൗതികമായ മാർഗത്തിലുള്ള സഹായത്തേട്ടം അല്ല ഇമാം നബവി റഹ്മത്തുള്ളാഹി നടത്തിയത്. അഭൗതികമായ തരത്തിലുള്ള സഹായത്തേട്ടം അല്ല ഇമാം അഹ്മദ് ബിൻ ഹംബൽ നടത്തിയത്. അതുകൊണ്ട് നിങ്ങളുടെ ആ ചോദ്യം അവർ മുശ്രിക്കീങ്ങളാണോ എന്ന ചോദ്യത്തിന് അവർ മുശ്രിക്കീങ്ങളല്ല, പക്ഷേ നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാണ്. കാരണം നിങ്ങളുടെ വിശ്വാസം ശിർക്കാണ്. നിങ്ങൾ വിശ്വസിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ കാണുന്നു വിശ്വസിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ കേൾക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വല്ലേ നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വായ്പൂട ഉത്തീരം ചെയ്യും ഞാൻ എന്നോ വിശ്വസിക്കുന്നു. ഇത് വ്യക്തമായി തന്നെ ശിർക്കാണ്. അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹില്ല. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് അങ്ങനെ വിശ്വാസമില്ലാതെ അഹ്മദ് ബിൻ തങ്ങളെ മനസ്സ് മൂപ്പര് വായിക്കുക. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാമാഞ്ഞ നിങ്ങളെ കൽഭാഗം എന്നോവർ നാണകണം വേറെന്തോ പോണോ നമ്മളെ മാല മൂപ്പര് ഓതുക. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ മനസ്സ് മൂപ്പര് വായിക്കുക. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് അങ്ങനെ വിശ്വാസമില്ല. യാ ഇബാദല്ലാഹ് അതിനടിയിലുണ്ടോ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ? അത് ഭൗതികമായിട്ടാണ് ചോദിച്ചത്. എന്താ അഭൗതികം? നിങ്ങൾ അബ്ദുൽ ഹക്ക് സുല്ലമി, നിങ്ങളെ ജിന്നൂരി നേതാവേ, നിങ്ങളെ കൂടല്ലേ? എന്താ പറഞ്ഞത്?
ഇങ്ങോട്ടെങ്ങനെ സഹായിക്കും? മാത്രവുമല്ല അയാൾ സഹായിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഈ സഹായം തരുമെന്ന് വിശ്വസിക്കുന്നവർ ചിലപ്പോൾ മരണപ്പെട്ടവരോ ജീവിക്കുന്നവരോ ആകാം, പ്രവാചകരോ സാലിഹികളോ മലക്കുകളോ ജിന്നോ ആരുമാകാം. ആരായാലും ഈ അവസ്ഥയിൽ സഹായം തേടുന്നത് ശിർക്കാണെന്നാ പറഞ്ഞത്. ആരും കാണുന്നില്ല. മരുഭൂമിയിൽ യാ ഇബാദല്ലാഹ്, ഇവിടെ ആരെങ്കിലും ജിന്നെങ്ങാനുണ്ടെങ്കിൽ എന്നെ സഹായിക്കട്ടെ എന്ന് വിളിച്ചതിന് ഇമാം ഇബ്നു ഹംബൽ തങ്ങള് ഇവരെല്ലാവരും മുശ്രിക്കാണോ എന്ന് ചോദിച്ചപ്പോൾ മറുപടിയില്ല. ഇവിടെ ചർച്ച അബൗദികാണ്. അബൗദികം എന്ന് പറഞ്ഞാൽ എന്താ? അതാദ്യം പഠിച്ചു വരി. ഇനി അടുത്ത് കൃത്യമായ അബൗദികം ചോദ്യം കേട്ടോ. ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നിട്ട്, നബിയേ എനിക്ക് അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ കടക്കണം, നബിയേ എനിക്ക് അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ കടക്കണം നബിയേ എന്നൊരാൾ ചോദിച്ചാൽ ആ ചോദ്യം ശിർക്കാണോ അല്ലേ? അങ്ങനെ ചോദിച്ച ആള് മുശ്രിക്കാണോ അല്ലേ? സ്വർഗം അബോധിക്കാണോ അല്ലേ? ഇനി അടുത്തത് അതേക്ക് ഇനി അടുത്തുണ്ടാകാം. അതുകൊണ്ട് ചോദ്യം മർമ്മത്തിലാണ്. നിങ്ങളാകെ കുടുങ്ങിയാണ്. ആകെ ഒരു സൽമാൻ 21 വയസ്സുകാരൻ അടുത്ത ഗൾഫിൽ നിന്നായിട്ട് വന്ന് സുഹൈൽ യൂസുഫും. എന്താ ഇതിന്റെ കഥ? ഒരു മണിക്കൂർ നേരം ചോദിക്കാൻ കിട്ടിയിട്ട് ഒരു ചോദ്യം ചോദിച്ചോ? ഇല്ല. നിങ്ങളെ ജനങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ഈ സംവാദം ഇവിടെ മുതലായിരിക്കുന്നു. ആലിക്കാക്ക് കബീർക്കാക്കോ 1000 അഭിനന്ദനങ്ങൾ പറയാം ഇവിടെ. അതുകൊണ്ട് എന്റെ ചോദ്യം അടുത്തത്, ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്ന്, നബിയേ എനിക്ക് അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ കടക്കണം നബിയേ എന്നൊരാള് റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചാൽ, ഇസ്തിഗാസ നടത്തിയാൽ ആ ചോദിച്ച ആള് മുശ്രിക്കാണോ അല്ലേ? കൃത്യമാണ്. നിങ്ങളുടെ ചങ്കിൽ കൊള്ളുണ്ട്. ഇതുവരെ പറഞ്ഞത് അബോധികാണ്, അത് ഇതുവരെ പറഞ്ഞതൊക്കെ ഭൗതികാണ്, അത് അബോധികാണ്. നേരത്തെ ചോദിച്ച 3 ചോദ്യങ്ങളും അങ്ങനെ തന്നെ കടക്കുന്നുണ്ട്. നബി ഇമാം മുശ്രിക്കാണോ? അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ മുശ്രിക്കാണോ? അതിന്റെ ഇടയിൽ കൂടി മുമ്പ് പറഞ്ഞ് സഹിഹായ ഹദീസാണ് ഇവിടെ പ്രമാണം. നല്ല തെളിയിക്ക, ലൈഫാണ് തെളിയിക്ക്. ആൺകുട്ടിയാണ് സൽമാനെ വെല്ലുവിളിക്കുന്നു. ആ ഹദീസ് സഹിഹാണ് അല്ലെന്ന് തെളിയിക്കാൻ ധൈര്യമുണ്ടോ? ആരെങ്കിലും പറയണ്ടല്ലോ, ഇരിക്കണ മേപ്പോട്ട് നോക്കിയിട്ട് ഏതെങ്കിലും ഒന്നടിച്ചിട്ട് പറയും. ഏതെങ്കിലും ഒന്ന് അത് ലൈഫാണെന്ന് ആൺകുട്ടിയാണ് പറയും. ബാക്കി സമ്മതം ഇവിടെ മുതലായിരിക്കുന്നു. അതുകൊണ്ട് എന്റെ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. എന്താ ചോദ്യം? എന്താണ്? ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്ന് സ്വർഗം അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ കടക്കണം എന്ന് പറഞ്ഞാൽ മുശ്രിക്. അപ്പോൾ ഇമാം അഹ്മദ് റഹിമഹുള്ളയുടെ കൽബ് കണ്ടോ എന്നാണ് ചോദ്യം. ഇവിടെ കൽബ് കാണണ്ട. ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുള്ള എന്താണ് പറഞ്ഞതെന്ന് കിതാബിലുണ്ട്. അത് നോക്ക്. ഹലോ കേൾക്ക്. അത് നമ്മൾ എന്താ പറഞ്ഞതെന്ന് കേൾക്ക്. കൽബ് നോക്കേണ്ട ആവശ്യമില്ല. വ്യക്തമായി ഇമാമിങ്ങൾ അവരുടെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഇമാം അഹ്മദ് ഹംബൽ പറഞ്ഞത് എന്നുള്ളത് കേൾക്ക്. എന്താ പറഞ്ഞത്? വബിഹാദ ഇഹ്തജ്ജൽ ഇമാം അഹ്മദ് വഗൈറുഹു അലാ അന്ന കലാം അല്ലാഹി തആല ഗൈറു മഖ്ലൂഖിൻ. ഖാലു കേട്ടോ ഫുൾ കേൾക്ക്. ഖദ് ഇസ്തആദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബികലിമാത്തില്ലാഹി തആമാത് വലാ യുസ്തആദ ബിമഖ്ലൂഖിൻ വഖദ് നഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ റുഖല്ലതി ഫീഹാ ശിർകുൻ കല്ലതി ഫീഹാ ഇസ്തിആദത്തുൻ ബിൽ മഖ്ലൂഖിന വയുഅയ്യിദു മാ ഖുൽനാ മിൻ അന്ന അൽ ഇസ്തിആദ ബിൽ മഖ്ലൂഖ് ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. അഭൗതികമായിട്ടുള്ള സഹായത്തേട്ടം പഠിച്ചു വെച്ചോ. അഭൗതികമായിട്ടുള്ള സഹായത്തേട്ടം ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ് എന്ന അർത്ഥത്തിൽ ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാഹ് പറയുന്നു അത്തരത്തിലുള്ള ഇസ്തിഗാസ ശിർക്കാണെന്ന്. ഇമാം ഖത്താബി റഹിമഹുല്ലാഹ് പറയുന്നു അത്തരത്തിലുള്ള ഇസ്തിഗാസ ശിർക്കാണെന്നുള്ളത്. അതുകൊണ്ട് ഇമാം അഹ്മദ് ഹംബലിന്റെ കൽബ് നോക്കേണ്ട ആവശ്യമില്ല. ഇമാമിങ്ങൾ ഷാഫി മദ്ഹബിൽപ്പെട്ട ഇമാമിങ്ങൾ തന്നെ പറയുന്നു. ഇമാം അഹ്മദ് അങ്ങനെ പറഞ്ഞത് എന്താണ്? ആ പറഞ്ഞത് ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അതാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നു. പിന്നെ റബീഅത്ത് ബിൻ കഅബ് അസ്ലമിയുടെ സംഭവം, സ്വർഗത്തിൽ സാമീപ്യം കടക്കാൻ ചോദിക്കുന്നു അല്ലേ? സ്വർഗത്തിൽ എന്താണ് സാമീപ്യം ചോദിക്കുന്നല്ലേ? അങ്ങനെ ആ തരത്തിലുള്ള ചോദ്യം റബീഅത്ത് ബിൻ കഅബ് അസ്ലമി പറഞ്ഞിട്ടില്ല. കടക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗത്തിൽ കടക്കാൻ എന്ന് പറഞ്ഞിട്ടില്ല. ഹദീസിന്റെ മത്ന് വായിക്കുക. ഹദീസിന്റെ മത്ന് വായിച്ചിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉദ്ധരിക്കുക. നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധ്യമല്ല. ഇൻഷാ അല്ലാഹ് ആ ഹദീസിനെ പറ്റി ഇൻഷാ അല്ലാഹ് എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞതെന്നും ഇവിടെ വ്യക്തമായി തന്നെ പറയും. സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്നല്ല, ഏത് വാക്കിനെ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നുള്ളത് ഇൻഷാ അല്ലാഹ് അതൊക്കെ ഹദീസിന്റെ മത്ന് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ധരിക്കും. പിന്നെ ഇജ്മാ എന്ന തൊഴത്ത് നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് കാഫിറാക്കാൻ ഉദ്ധരിക്കുന്ന പണ്ഡിതനാര്?
തൂഫി, നജ്മുദ്ദീൻ തൂഫി, അദ്ദേഹം തഖിയുദ്ദീൻ സുബ്കിയുടെ ഉസ്താദായ ജസറിയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ജസറി ആരാ? തഖിയുദ്ദീൻ സുബ്കിയുടെ ഉസ്താദ്. അദ്ദേഹം പറയുന്നു, ഇസ്തിഗാസ അംഗീകരിക്കുന്ന അദ്ദേഹം തന്നെ പറയുന്നു, ഇത്തരത്തിലുള്ള ഇസ്തിഗാസ അത് ശിർക്കാണ് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങളുടെ ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം അത്തരത്തിലുള്ള ഇസ്തിഗാസ. യാനി യാ മുഹമ്മദ് ഇഗ്ഫിർലി എന്ന് പറയുന്നത്, യാ മുഹമ്മദ് അഅ്തിനി മാൽ എന്ന് പറയുന്നത്, യാ മുഹമ്മദ് എനിക്ക് സന്താനങ്ങൾ തരരുത് പറയുന്നത്, അത്തരത്തിലുള്ള ഇസ്തിഗാസ അത് ശിർക്കുൻ ബിജ്മാ എന്നത് അത് ആരംഗീകരിക്കുന്നു? ഇവരുടെ തലതൊട്ട നേതാവായ തഖിയുദ്ദീൻ സുബ്കിയുടെ ഉസ്താദ് ജസരി പറയുന്നു. തെളിയിക്കാൻ, നിഷേധിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? ഇതാരുടെ കിതാബാണ്? ഇതാരുടെ കിതാബാണ്? നിങ്ങൾക്ക് തെളിയിക്കാൻ ധൈര്യമില്ല. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ ആയത്ത് കൊണ്ട് വ്യക്തമായി തന്നെ പറയുന്നു, ഫസ്തഇസ് ബില്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശം ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. നമ്മുടെ വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീണ്ട് നമ്മൾ തെളിവ് ഹാജരാക്കേണ്ടത്. ഇവരോ അന്നബി ഔലാ ബിൽ മുഅ്മിനീൻ. എവിടെ അഭൗതികം? അഭൗതികം എവിടെ? അഭൗതികം എവിടെ? എവിടെ അഭൗതികം? ഒരു തരത്തിലുള്ള അഭൗതികം. എന്നിട്ടോ നബി ജീവിച്ചിരിപ്പുണ്ട്, വഫാത്തായി, അതുകൊണ്ട് അഭൗതികമായി എന്ന നിലയ്ക്ക് ദുർവ്യാഖ്യാനം അല്ലെങ്കിൽ ദുർബലം. പിന്നെ മുഹമ്മദ് റഹിമഹുല്ലാഹ് ആ വ്യക്തമായി തന്നെ പറയുന്നു, അദ്ദേഹം ദുർബലമാണ്. അൽ മുൻകദിർ ബിൻ മുഹമ്മദ് അൽ മുൻകദിർ വഖാല അഹ്മദ് തസ്ഗീഉൽ ഖത, ധാരാളമായി തെറ്റുകൾ ഒരാളാണ്. ഇപ്പൊ ആകെ കുടുങ്ങിയിട്ടുണ്ട്. നേരത്തെ ആകെ ഇന്നമാവലിയൊക്കെയുള്ള പഠിച്ചു, അത് ചോദിച്ചില്ല. ഈ അന്നബിയാവല ചോദിച്ചത്. ഇപ്പൊ ആകെ പറഞ്ഞത് റബിയത്ത് എവിടെ ചോദിച്ചു? നമ്മൾ ആരും റബിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെ പറഞ്ഞിട്ടുണ്ടോ? മൂപ്പരാകെ ഒരു സംഭവേ പഠിച്ചിട്ടുള്ളൂ, റബിയത്തിന്റെ സംഭവം. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് തെളിയിക്കും. ഇവിടെ നിങ്ങൾക്ക് വേറെയുണ്ട്, തെളിവിന്റെ മാലപ്പടക്കണ്ട് ഇവിടെ. ഇൻഷാ അല്ലാഹ് അവിടെ വരും. റബിയത്ത് എവിടെ ചോദിച്ചിട്ട്? ആരാ റബിയത്തിന്റെ വർത്താനം പറഞ്ഞത്? ഇവിടെ ഞാനിങ്ങനെ 3-4 ചോദ്യം പഠിച്ചു വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ ചോദിക്കണം. എന്നാൽ ആദ്യം ലിസ്റ്റ് തരണ്ടേ? ഇപ്പഴാ മേലോട്ട് നോക്കുന്നത്. ചോദ്യത്തിന്റെ ചാൻസിൽ മൂപ്പര് മാപ്പോട്ട് നോക്കി നടന്നിട്ട് ഇപ്പൊ തെളിയിക്കാൻ പറ്റോ? എന്താ വെല്ലുവിളി? ഇബിന് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളത്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ലാ യസ്തഗീസ് ബി മഖ്ലൂഖിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ലാ യസ്തഗീസ് ബി മഖ്ലൂഖിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ തന്നെയാണ് യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ, ഐനൂനി, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞത്. അപ്പോ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വൈരുദ്ധ്യം പറയുന്ന ആളാ? അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വൈരുദ്ധ്യം പറയുന്ന ആളാ? അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. ലാ യസ്തഗീസ് ബി ലാ യസ്തഗീസ് ബി മഖ്ലൂഖിൻ എന്ന് പറഞ്ഞാൽ ഒരു മഖ്ലൂക്കിനോട് സഹായം തേടാൻ പറ്റില്ല എന്നാ ചോദിച്ചില്ലേ? നേരത്തെ എത്ര സഹായങ്ങൾ ഇവിടെ തേടിയിട്ടുണ്ട്. ആ അലിഖാൻ എത്ര തവണ വിളിച്ചിട്ടുണ്ട്, ആ കബീർ ഖാൻ ഈ സംവാദം നടക്കാൻ എത്ര തവണ വിളിച്ചിട്ടുണ്ട്. ഒരു മഖ്ലൂക്കിനോട് സഹായം തേടാൻ പറ്റൂലോ. സുബ്ഹാനല്ലാഹ്, എന്തൊരു പൊട്ടത്തരം! പൊട്ടത്തരത്തിന്റെ പേരാണോ ഈ വഹാബിസം? സുബ്ഹാനല്ലാഹ്, അത് തന്നെയാണ്, ഉറപ്പാണ്. ഒരിക്കലും കൂടി നിങ്ങൾ വഷളാകുകയാണ്. ഇത്ര കാലം ഈ സംവാദത്തിൽ ഇങ്ങനെ ഏറ്റുമുട്ടിയ നാറിന് അതിൽ വീണ്ടും എന്റെ ചോദ്യം തൊട്ടിട്ടില്ല. ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നിട്ട് എനിക്ക് റസൂലേ അങ്ങയുടെ കൂടെ സ്വർഗ്ഗത്തിൽ കടക്കണം എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ മുശ്രിക്കാണോ അല്ലേ? ക്വസ്റ്റ്യൻ പറഞ്ഞാൽ മതി. റബിയത്തിന്റെ സംഭവം അത് വേറെ പറയാ. റബിയത്താണോ അല്ലേ തീരുമാനിക്കും. പിന്നെ ആകെ ഒരു റബിയത്തിനെ കണ്ടിട്ടുള്ളൂ, ആകെ ഒരു ടേബിളിലുള്ളൂ, പിന്നെ ഓഫീസിൽ തന്നെ ഷീട്ടും. പിന്നെ കിതാബ് ഓതി പഠിക്കണം. ഇത് ഊതി പഠിച്ചതല്ല, ഓതി പഠിച്ച വിവരമാണിത് കേട്ടോ. അതുകൊണ്ട് ശരിക്ക് ചോദ്യത്തെ എത്ര ചോദ്യം ചോദിച്ചൂടെ? ഒരൊറ്റൊന്ന് ചോദ്യം തൊടാൻ കഴിഞ്ഞോ? അതുകൊണ്ട് എന്റെ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്ന് റസൂലേ അങ്ങയുടെ കൂടെ എനിക്ക് സ്വർഗ്ഗത്തിൽ കടക്കണം എന്ന് പറഞ്ഞാൽ പറയുന്ന ആള് മുശ്രിക്കാണോ അല്ലേ? കാവല പ്രസംഗം അവിടെ നിർത്തുക. ദുബായിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് പ്രസംഗിക്കാൻ വന്നതാണെങ്കിൽ പൊന്നാനി ടൗണിൽ പോയി പ്രസംഗിച്ചോ. അതുകൊണ്ട് ഇവിടെ സംവാദമാണ്, മുഖാമുഖമാണ്. മുഖാമുഖത്തിന് ചോദ്യത്തിന് മറുപടി പറയണം. എത്ര ചോദ്യമായി ചോദിക്കുന്നു. അതുകൊണ്ട് ആൺകുട്ടികളാണെങ്കിൽ ഏതെങ്കിലും ഒന്നിന് മറുപടി പറയും. പി കം ബഷീറെ അന്ന് അവിടെ പോയി കുത്തിയിരുന്നല്ല മസ്കത്തില്, ഒരു മറുപടി പറഞ്ഞു കൊടുക്കുക. ആൺകുട്ടിയാണ് ഒരു മറുപടി പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ മേപ്പോട്ടെത്തി കുത്തിരുന്ന കാര്യമല്ലല്ലോ. അതുകൊണ്ട് എന്റെ ചോദ്യം ഇത് അന്തരീക്ഷത്തിൽ പറന്നു കളിക്കുന്നു. 3 ചോദ്യവും തൊടാൻ കഴിയാതെ സുബ്ഹാനല്ലാഹ് ഖിയാമത്ത് നാൾ വരെ നമ്മുടെ ഒറ്റ ചോദ്യത്തിനും നിങ്ങൾക്ക് തൊടാൻ പോലും കഴിയുകയില്ല. അതുകൊണ്ട് ചോദ്യം മറുപടി പറയും. ഇവിടെ കിതാബ് വായിച്ചു. ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാഹ് കിതാബ് എന്താണ് പറഞ്ഞത് ഞങ്ങൾ വ്യക്തമായി തന്നെ വിശദീകരിച്ചു. ലാ യുസ്തആസു ബി മഖ്ലൂഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. എന്തേ കിതാബ് തൊടാത്ത്? ഹലോ,
ഹസനി ഇത് കേൾക്ക്, ഇത് കേൾക്ക്. ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ് എന്നാണ് ലാ യുസ്തആദു ബി മഖ്ലൂഖിൻ എന്ന് ഇമാം അഹ്മദിന്റെ കൽബ് നോക്കിയിട്ടില്ല, കിതാബ് നോക്കിയിട്ടാണ് പറഞ്ഞത്. എന്താ തൊടണം, നിങ്ങൾ എന്താണ് കിതാബ് തൊടാത്തത്? പിന്നെ എന്താണ് ഇവിടെ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് വന്ന്, എന്തായാലും സമീപത്ത് തന്നെ വരണം അല്ലേ, സമീപത്ത് തന്നെ വരണം. എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കാണും, കേൾക്കും, അറിയുമെങ്കിൽ പിന്നെ എന്തിനാണ് സമീപത്ത് ചെല്ലേണ്ടത്? എന്താ അഭൗതികമായ മാർഗത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിക്കുമെങ്കിൽ പിന്നെ എന്തിനാണ് സമീപത്ത് വരേണ്ടത്? അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമായി നിങ്ങളുടെ ആ വാദം പൊളിഞ്ഞിരിക്കുന്നു. പിന്നെ ഇവിടെ നിങ്ങൾ ഉദ്ധരിച്ചല്ലോ ഇബ്നുൽ മുൻകദിർ റഹിമഹുല്ലാഹ്, അദ്ദേഹം എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കടം ചോദിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ആ ഹദീസിന്റെ സനദ് ദുർബലമാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ തൊടാൻ കഴിയുന്നില്ല. എന്ത് തൊടാത്ത്? ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാഹ് പറയുന്നു അദ്ദേഹം ധാരാളം തെറ്റുകൾ വരുത്തുന്ന ആളാണ്. അതുപോലെ തന്നെ ഇമാം നസായി റഹിമഹുല്ലാഹ് പറയുന്നു ലൈസ ബിൽ ഖവി, അദ്ദേഹം ശക്തനല്ല എന്ന് പറയുന്നു. ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതകാലത്ത് സമീപത്ത് തന്നെ വരണം എന്നതാണോ നിങ്ങളുടെ വിശ്വാസം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും ഉത്തരം ചെയ്യാൻ കഴിയില്ല എന്നാണോ നിങ്ങളുടെ വിശ്വാസം? എങ്കിൽ അൽഹംദുലില്ലാഹ് പകുതി തൗഹീദെങ്കിലും നിങ്ങൾക്ക് എത്തി. ഇനി ഇൻഷാ അല്ലാഹ് വഫാത്തിന് ശേഷമാണ് പ്രശ്നമെങ്കിൽ ഇൻഷാ അല്ലാഹ് അതുകൂടി ഇൻഷാ അല്ലാഹ് ഈ പൊന്നാനിയിൽ സംവാദം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരിക്കലും തെളിയിക്കാൻ സാധ്യമല്ല. അങ്ങനെ ഒരൊറ്റ സഹാബിയും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ തെളിയിക്കും. അതുകൊണ്ട് കേവലം ദുബായിൽ നിന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് മാത്രമല്ല, നിങ്ങൾക്ക് കിതാബ് പറഞ്ഞു തൊടുന്നില്ല, കണ്ടില്ല എന്താ എഴുതുന്നത്? ഇത് തൊട്. അഹ്മദ് ഹംബൽ റഹിമഹുല്ലാഹ് പറയുന്നു ലാ യുസ്തആദു ബി മഖ്ലൂഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. ഇനി ഇൻഷാ അല്ലാഹ് ഹദീസ് വായിക്കും ഇന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കണം അല്ലെങ്കിൽ പ്രവേശിക്കണം എന്നാ പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യട്ടെ? അത് പോരട്ടെ. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി ചർച്ചയിലേക്ക് കിടക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം ഇനി ഞാൻ പ്രവേശിക്കണം എന്ന അർത്ഥത്തിലാണ് വന്നതെങ്കിൽ എന്ത് ചെയ്യാം? ആ ഹദീസ് ഹാജരാക്കുക. എന്നിട്ട് ഇൻഷാ അല്ലാഹ് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മറുപടി പറയും. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് കിതാബ് കൊടുക്കും, മറുപടി പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പഠിച്ചോ? നിങ്ങളത് കണ്ടിട്ടില്ല, പഠിച്ചിട്ടില്ല. നിങ്ങൾ ആകെ ഒരു റബിയ സംഭവം, റബിയ റളിയല്ലാഹു അൻഹു സംഭവം പഠിച്ചിട്ടുള്ളൂ. അത് അവിടെ നിൽക്കട്ടെ. ബാബ് മജ്മൂ സവായിദിൽ ബാബ് ഇട്ടാണ്ടോ, ബാബുൽ ഹസ്സി അലാ തലബിൽ ജന്ന, സ്വർഗ്ഗം തേടുന്നതിന്റെ മേൽ പ്രേരിപ്പിക്കുന്ന ബാബ്. എന്നിട്ട് കേട്ടോ ഹദീസ്, അന്ന റജുലൻ സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഅൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നിട്ട് ഒരു റജുൽ വന്ന് ചോദിക്കാണ്. അപ്പൊ നബി തങ്ങൾ പറയാണ് നബി തങ്ങളോട് ചോദിക്കാണ്, നബിയെ ഒട്ടകം വേണം, നബിയെ എനിക്ക് ആട് വേണം. സദസ് ശാന്തരാവുക, ഞങ്ങളിവിടെ ഉണ്ട്. സദസ് ഒന്ന് ശാന്തരാവണം, സദസ് ശാന്തരാവുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് അത് തീരുമാനിച്ചോ, കുഴപ്പമില്ല. എല്ലാവരും ശാന്തരാ, ഇത് പരിപാടി നടക്കട്ടെ. ഇൻഷാ അല്ലാഹ് പരിപാടി നടക്കട്ടെ. ഇവിടെ വലിയ വമ്പൻ കളവ് പറഞ്ഞിരിക്കുന്നു, പിടികൂടട്ടെ. അതെ അതെ, സഹോദരന്മാരെ നിങ്ങൾ രണ്ട് കൂട്ടർ അപ്പുറത്തിരിക്കുക, ഞങ്ങൾ നിയന്ത്രിച്ചോളാം. പ്ലീസ് 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 എല്ലാവരും. ഹലോ പ്ലീസ് സ്റ്റാർട്ട്. അത് ശ്രദ്ധിച്ചോ, പരിപാടിയിൽ ശാന്തരായി നടക്കട്ടെ. അതുകൊണ്ട് ഇവിടെ പച്ചക്കളവ് പറഞ്ഞിരിക്കുന്നു, ഇവിടെ പിടികൂടാൻ പോവാണ്. അങ്ങനെ ഒരു സംഭവമല്ല. ഇതുപോലെ നിയമം മാറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നിട്ട് ചോദിച്ചാ പ്രശ്നമല്ല, അത് അഭൗതികല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് പോയി സ്വർഗം ചോദിച്ചാൽ അത് പ്രശ്നമല്ല. അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ തൗഹീദ് ഇവിടെ പാളീസായിരിക്കുന്നു. സ്വർഗം ചോദിക്കൽ അബോധികല്ലേ? അപ്പൊ നേരത്തെ റബിയാറുള്ളാന്റെ സംഭവം അതോ അത് ബോധിക്കോ? അത് ബോധിക്കോ? എന്തൊക്കെ വൈരുദ്ധ്യങ്ങൾ പറയുന്നു. നിങ്ങളെ ഹാലാകം മാറിയിരിക്കുന്നു. ഹദീസ് കേട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്ന് ഒരാൾ ചോദിക്കാണ്, നബിയേ എനിക്ക് ഒട്ടകം വേണം. നബി തങ്ങൾ ചോദിച്ച ചോദ്യം എന്താ അറിയോ? അജസ്ത അൻ തകൂന മിസ്ല അജൂസി ബനി ഇസ്രായീൽ,
ബനി ഇസ്രായേൽ ആ വൃദ്ധയായ സ്ത്രീ ചോദിച്ചതുപോലെ നിങ്ങൾക്ക് ചോദിച്ചുകൂടായിരുന്നോ? എന്താ ചോദിച്ചത്? എന്താ ആ ബനി ഇസ്രായേലുള്ള ആള് ചോദിച്ചത് മൂസാ നബിയോട്? അകൂനു മഅക ഫിൽ ജന്ന, എനിക്ക് അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ കടക്കണോ? അപ്പൊ നബി തങ്ങൾ ചോദിക്കാണ്, എന്തുകൊണ്ട് എന്നോട് അഭൗതികം ചോദിക്കുന്നില്ല? എന്തുകൊണ്ട് എന്നോട് അഭൗതിക സഹായം ചോദിക്കുന്നില്ല? അപ്പൊ പറഞ്ഞു, ഈ ഹദീസിനെ വിശദീകരിച്ച് നിങ്ങളുടെ ആചാര്യൻ അൽബാനി പറയുന്നു ഇത് സ്വഹീഹായ ഹദീസാണ്, സ്വഹീഹുൻ അലാ ശർത്തി ശൈഖൈൻ, സ്വഹീഹായ ഹദീസാണ്. പിടിച്ചോ, അങ്ങനെ ഒരു ഹദീസിന്റെ ഹാജരാക്കണമെന്നാണ് പറഞ്ഞത്. മധ്യസ്ഥന്മാരുടെ കയ്യിലേക്ക് ഹദീസ് ഹാജരാക്കുകയാണ്, അത് പരിശോധിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇതോടുകൂടെ ഇവിടെ ഈ പ്രസ്ഥാനം പിരിച്ചുവിടാൻ പോവുകയാണ്. നോക്കൂ നിങ്ങൾ, ഇവരെ ആദർശം മാറി. റസൂലുള്ളാഹി തങ്ങളുടെ സമീപത്ത് പോയിട്ട് സ്വർഗം ചോദിച്ചാൽ അതിൽ അഭൗതികം എവിടെ? അത് അഭൗതികമാണ്. ഒപ്പം മാറിയില്ലേ? എന്താ പറയുന്നത്? നമുക്ക് അന്നും ഇന്നും സുന്നികളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഒരേ ഒരു തൗഹീദാണ് കേട്ടോ. ഈ പൊന്നാനി സംവാദത്തിലൂടെ നിങ്ങളെ തൗഹീദ് ഒന്നുകൂടി മാറി. സമീപത്ത് പോയി ചോദിച്ചാൽ പറയട്ടോ, കൃത്യമായ ഹദീസാണ്. അകൂനു മഅക ഫിൽ ജന്ന, നബിയേ അങ്ങയുടെ കൂടെ സ്വർഗ്ഗത്തിൽ കടക്കണമെന്നാണ്. അതുകൊണ്ട് തീരുമാനാക്കട്ടെ, മധ്യസ്ഥന്മാരുടെ പെട്ട് തീരുമാനാക്കി ഇൻഷാ അല്ലാഹ് ബാക്കി സംസാരിക്കും. ഖബറിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അഭൗതികമല്ല ഞാൻ പറഞ്ഞുവെന്നാണ് പറഞ്ഞത് അല്ലേ? എവിടെ കളവ് പറയും? ഒന്നെങ്കിലും തെളിയിക്കണം, അല്ലെങ്കിൽ കളവ് പിൻവലിക്കണം. അങ്ങനെ വരുന്നെന്താ പറഞ്ഞത്? റസൂലുള്ളാഹിന്റെ തങ്ങൾ എടുത്തു പോയിട്ട് ഇപ്പൊ ചോദിച്ചാ പ്രശ്നമല്ലേ എന്ന് പറഞ്ഞു. നിങ്ങൾ അവിടെ അത് ഓടിയാ നോക്കട്ടെ, ചെക്ക് ചെയ്യട്ടെ. നിങ്ങൾ പറഞ്ഞത് എന്താ? നിങ്ങളെ വാദപ്രകാരം ഇപ്പൊ എന്ത് വന്നു? തങ്ങളെ സമീപത്ത് പോയി ചോദിക്കാം. അപ്പൊ അതേ ഉള്ളൂ അല്ലേ? ഇപ്പൊ അവിടെ എത്തിയില്ലേ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. സമൂഹം കേൾക്കുന്നുണ്ട്. ആ പ്രശ്നമാണ് ജിന്നൂടിയത്. ആ പ്രശ്നം കണ്ടായിരുന്നു. ജിന്നൂരികളായതുകൊണ്ട് ജിന്നു
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു വലിയൊരു പ്രശ്നമാക്കാൻ മാത്രമൊന്നുള്ളൊരു വിഷയമല്ല. അപ്പോൾ നമ്മളൊരു ചെറിയ വിഷയമല്ലേ. അതുകൊണ്ട് ഇപ്പോൾ ഖബറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞത് കൊണ്ട് അതിലൊരു വിഷയമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അങ്ങനെ ഒരു മിനിറ്റ് അല്ലേ, എങ്ങനെ അല്ല അങ്ങനെ ഖബറിൻ്റെ അടുത്തേക്ക് പോകൽ ശിർക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നോ? സമീപത്ത് എന്നാ പറഞ്ഞത്. സഹോദരന്മാരെ, ഇവിടെ റസൂലുള്ളാന്റെ അടുത്തേക്ക് പോണല്ലേ ഇപ്പോ എവിടുന്ന് വിളിച്ചാലും കേക്കും കാണും എന്നുള്ള ഉദ്ദേശമല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോ അദ്ദേഹം ചോദിച്ചു. അപ്പോ ആര് ചോദിച്ചു? ബഹുമാന്യനായ സുഹൈൽ സാഹിബ് ചോദിച്ചു. അപ്പൊ അവിടുന്ന് വീണ്ടും ചോദ്യം ചോദിക്കുന്ന സമയത്ത് അപ്പൊ റസൂലുള്ളാന്റെ അടുത്തേക്ക് പോയ അഭൗതികമല്ലല്ലേ? അങ്ങനെ അഭൗതികമല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതാണ് വിഷയം, അതാണ് പറയാത്താണ്. അതിന് കിട്ടുന്നത് അവിടെ കട്ടെ, അദ്ദേഹം പറയേണ്ടതാണ് അത്, അതാണ് വിഷയം. അതുകൊണ്ട് അത് അദ്ദേഹം പറഞ്ഞിട്ടില്ല, അത് അദ്ദേഹത്തിന്റെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞാണ്. അതുകൊണ്ട് ഇനിയിപ്പോ ഇത് നല്ല നിലക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് നിങ്ങൾ മറുപടി പറയും പ്ലീസ്. ഇവിടെ എന്തായാലും ഖബറിൻ്റെ അടുത്തേക്ക് പോയിട്ട് അത് ചോദിച്ചു കഴിഞ്ഞാൽ അഭൗതികമാണ് അല്ല എന്നുള്ളത് ഞാനിതിൽ പറഞ്ഞിട്ടില്ല. എന്തായാലും എല്ലാവരും മനസ്സിലാക്കുക. ഇതിൻ്റെ പേരിൽ ആ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ എന്തായാലും